ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ പുതിയ കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഗൗതം വാസുദേവ് മേനോനും ആദ്യമായി ഒന്നിച്ച ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബസ്. പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ ഏറ്റുവാങ്ങിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെന്നാണ് ഏർലി എസ്റ്റിമേഷൻ സൂചിപ്പിക്കുന്നത്. ഏകദേശം 3 കോടിയോളം രൂപയാണ് ഡൊമിനിക് ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രം ലഭിച്ചിരിക്കുന്നത്. ആസിഫ് അലി നായകനായ രേഖാചിത്രമായിരുന്നു ഈ വർഷം ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം. ഇപ്പോൾ ഇത് ഡൊമിനിക്കിലൂടെ മമ്മൂക്ക ആ റെക്കോർഡ് തകർത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ മുൻ ചിത്രങ്ങൾ പോലെ ഡൊമിനിക്കിനും വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ബുക്കിംഗിൽ ചിത്രത്തിന് കാര്യമായ ചലനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ആദ്യ ഷോ കഴിഞ്ഞ് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചതോടെ ഈവനിംഗ് നൈറ്റ് ഷോകൾക്കെല്ലാം ഫാസ്റ്റ് ഫില്ലിംഗ് ആവുന്ന കാഴ്ചകളാണ് കാണേണ്ടത്. ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ചിത്രം ഹൗസ്ഫുള്ളിൽ തന്നെയായിരുന്നു. ഇതോടെ വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പിച്ചിരിക്കുകയാണ് മമ്മൂക്ക. സംവിധാനം ചെയ്ത ആദ്യ മലയാള സിനിമ തന്നെ ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റിയതിന്റെ ത്രില്ലിലാവും ഗൗതം വാസുദേവ് മേനോൻ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ടിൽ ഇനിയും സിനിമകൾ സംഭവിക്കുമെന്ന് കരുതാം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബസ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.